ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. കാരണം നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പക്ഷേ ചില പ്രശ്നം കട്ടകട്ടലി, അതുപോലെ തന്നെ റൈസ് കാണാൻ ഭംഗി കുറവ്, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പം എങ്ങനെയാണ് നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ഗ്രീൻ ഫാം റൈസോ അല്ലെങ്കിൽ തനിമ റൈസോ, ഈ രണ്ട് റൈസ് മാത്രം സെലക്ട് ചെയ്യുക. കാരണം അതാണ് നല്ല ക്വാളിറ്റി അത്യാവശ്യം. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ഓയിലിക്കുന്നത്, പിന്നെ മിൽമ നെയ്യ്. ഓക്കെ, മിൽമ നെയ്യോ RKG നെയ്യോ എന്തും ആവും. ഈ വരുമ്പോൾ കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ഉള്ളി ഇടാം. ഇതിലേക്ക് ക്യാരറ്റ് ഇടണം കേട്ടോ. ഉള്ളി ബ്രൗൺ ആകുന്നതിന് മുമ്പേ, അഥവാ ഉള്ളി ഇട്ട ഉടനെ തന്നെ ഒരു പാട്ട അരിക്ക് 1.5 പാട്ട, അല്ലെങ്കിൽ കുറച്ച് കുറക്കുക, 1.4 ആ ലെവലിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. സ്പൈസസ് ഓയിൽ ഇടരുത് കേട്ടോ, വെള്ളത്തിൽ തന്നെ ഇടണം. എന്നാൽ മാത്രമേ റൈസിന് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി വെച്ച് കുത്തുക. വെള്ളം തിളച്ച ഉടനെ ഒരു ഇളക്കിയിട്ട് ചെറിയ തീയിൽ അടച്ചു വെക്കാം കേട്ടോ. അതൊരു 10 മിനിറ്റ് വെക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ. മാഷാ അല്ലാ, നല്ല റൈസ് കണ്ടോ, അതാ നല്ല ഒറ്റ നിൽക്കും. ഇതിപ്പോൾ എടുത്ത പാടാ കണ്ടോ. ഏതോ സിംഗിൾ റൈസ് ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കഴിച്ചു നോക്കട്ടെ. ഞാൻ വെച്ചതുകൊണ്ട് പറയും, നല്ല അടിപൊളിയുണ്ട്. എല്ലാവരും ഇങ്ങനെ വെക്കാം, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, ബൈ.